അല്ല. അപ്പം നമ്മൾ ഇന്ന് മുട്ടന് വാക്സിൻ എടുക്കാൻ കൊണ്ടുപോവാണ്. അതിൻ്റെ 10ാം മാസത്തെ വാക്സിൻ. വെൻസ്ഡേ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഹിയർ ഇസ് ദ മുട്ടൻ. മുട്ടൻ വിത്ത് മുട്ടൻസ് മമ്മീസ്. യെസ്. എനിക്കിവിടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ പണിയും കഴിഞ്ഞ് 3-4 മണിക്കൂർ യാത്രയും ചെയ്ത് വന്ന് ഓണിക്കോടെ തന്നെ പറയാം, നാട്ടെല്ലാം അറിയട്ടെ. ഇവിടെ ചിലർ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കുറേ നാളായി അവനെ തുപ്പി കടിക്കുക. രാവിലെ ഞാൻ പോയി പുതപ്പ് പിടിച്ച് പൊക്കിയപ്പോഴായിരുന്നിട്ടേ കുളിച്ചു ഇല്ല, നനച്ചു ഇല്ല, പല്ല് തേച്ചോ? സ്വാഭാവികം. എൻ്റെ റൊട്ടീനാണിത്. എന്നതാ കുളി നനയില്ലാത്തതോ? വണ്ണം വെച്ച് നോക്കി മുഖത്തെയോ? മണി മതിയായി. ഇതാണോ വലിയ കാര്യത്തിൽ പറഞ്ഞോണ്ടിരുന്നേ? അതല്ലേ പറയാൻ വന്നേ. എഴുന്നേറ്റില്ല, അതാണ് പറയാൻ വന്നത്. എന്റെ മുടി ഒന്ന് ചെയ്ത് തരാൻ പറഞ്ഞപ്പം നമുക്ക് പറ്റത്തില്ല. ഞാൻ അത്ര ലേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് പോലും മുടി ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ലേറ്റായി? അത് ഉറക്കമായിരുന്നു. ഇവൻ ഇന്നലെ ഉറങ്ങിയപ്പോഴത്തേക്ക് 2 മണി 4 മണി അടുത്തായി. അവൻ രാവിലെ 8:30 എഴുന്നേറ്റ്. അവൻ ഉറക്കമില്ലാതെ ജീവിതം അയച്ചുകൊണ്ട് അവൻ രാവിലെ എണീറ്റ്. എത്ര ഉള്ളൂ പരാതി ബോധിപ്പിക്കാൻ കഴിക്കും. എടാ എക്സ്ക്യൂസ് മീ ചേട്ടാ, മുട്ടിന് പേടിയുണ്ടോ? പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം? അതെ, ഇങ്ങോട്ടൊന്ന് വെക്കട്ടെ. ഇത് കഴുകിയിട്ട് വേണം കൊടുക്കാനേ, അറിയാതെ പോലെ എടുത്ത് കൊടുത്തേക്ക്. ചെറിയൊരു ഭയമില്ലാതില്ല ഇല്ലേ ഈ മുഖത്ത്? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയൂ പറയൂ ഈ അവസരത്തിൽ. അത് തന്നെ. നമ്മുടെ വീട്ടിൽ നിന്ന് മുണ്ടിരിമയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മുണ്ടിരിമ ഹോസ്പിറ്റലിലാണ് ഇന്ന് മുട്ടൻ്റെ 10ാം മാസത്തെ അല്ല 9ാം മാസത്തെ കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടി. അപ്പം നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടി നമ്മുടെ സ്വന്തം ആശാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ആശാൻ. ഹായ്. അപ്പം നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി മുണ്ടിരിമ ഹോസ്പിറ്റലിൽ വന്നേക്കാണ്. നമ്മുടെ കൂടെ 2 കുട്ടികളുണ്ട്. 2 പേരും മുട്ടനുറക്കമാണ്. ദിസ് ഈസ് S2. നമ്മൾ ആദ്യം തന്നെ ഈ ഭാഗത്തേക്ക് പോയപ്പോഴത്തേനും അവർ പറഞ്ഞു അപ്പുറത്ത് ഭാഗത്ത് പോയിട്ട് OP ടിക്കറ്റ് മേടിക്കണമെന്ന്. അതുകൊണ്ട് നമ്മൾ 2 ആളെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്ത് OP ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി ചെന്ന് 2 പേരും നല്ല ഉറക്കമായിരുന്നു. നമ്മൾ അവരുടെ പേരൊക്കെ കൊടുത്ത് OP ടിക്കറ്റ് വയസ്സും എത്ര വയസ്സിലെ കുത്തിവെപ്പാണ് എടുക്കേണ്ടതെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിട്ട് ആ ഭാഗത്ത് നിന്ന് വെയിറ്റൊക്കെ നോക്കി. പേടിയുണ്ടോ? പേടിക്കൊന്നും വേണ്ട. ചെറിയ ഉടുമ്പ് കടിക്കുന്ന വേദന കുറച്ച് നേരത്തേത്. ഒരു കൂട്ടം ഉറുമ്പ് ഒരുമിച്ച് കടിക്കുന്ന വേദന. എന്താ അല്ലേ എക്സ്പ്രഷൻ? അല്ലെങ്കിലും ഞങ്ങളുടെ കൊച്ച് എക്സ്പ്രഷൻ കിങ്ങാണ്. നമ്മൾ കുത്തിവെക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ടേണിന് വേണ്ടി. നമുക്കറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ അതിനെല്ലാം റെഡി ആയിട്ട് തന്നെയാണ് നിന്നത്. അങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ സമയമായി. അവൻ ഉടലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ 2 കാർച്ചയൊക്കെ കഴിഞ്ഞ് നമ്മളെ കാത്തുമൊക്കെ കണ്ടിട്ട് ഒരുമാതിരി കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കഴിയുന്നുണ്ട്. ഇച്ചിരി വേദനയൊക്കെ ഉണ്ട്. ഒരാൾ മാത്രം ഒന്ന് കരഞ്ഞു പിന്നെ അങ്ങ് തീർത്ത്. പക്ഷെ ഇവിടെ ഒരാൾ കുത്തി കിട്ടിയേ കുത്തിയ പോകാം. കളട്ടെ. അതാണ് ഞാൻ പഠിച്ച സ്കൂള്. ആ ജനലും ഞാൻ പഠിച്ച ജനലും കൂടിയാണ്. അവിടെ നിന്ന് ഞാനും എല്ലാവരും ഹൈ കാണിക്കുമായിരുന്നു വഴി കൂടെ പോകാൻ നേരം. ഇനിയും കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും വാക്സിനുകൾ എടുത്തുകൊണ്ടേയിരിക്കും. ഇനിയും ചെറുക്കൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബൈ.